ഹലോ, വെൽക്കം ടു അപ്പൂസ് കിച്ചൻ. എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമുക്ക് മീറ്റ് സ്റ്റഫ്ഡ് പഫ്സ് തയ്യാറാക്കിയാലോ. ഓവനൊന്നും ഇല്ലാതെ തന്നെ നമുക്കിത് ചെയ്തെടുക്കാനാവും. നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ രീതിയിൽ തന്നെ ഇത് ചെയ്തെടുക്കാനാവും കേട്ടോ. അപ്പം ഞാനിവിടെ അതിനായിട്ട് 1 കപ്പ് പാലെടുത്തിട്ടുണ്ട്. പാലെടുക്കുമ്പോൾ നമ്മൾ റൂം ടെമ്പറേച്ചറിൽ തന്നെ ആകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. എങ്കിൽ മാത്രമേ ഈസ്റ്റൊക്കെ നന്നായിട്ട് പെർമനൻ്റായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ അതാ ഞാനിവിടെ 2 ടീസ്പൂൺ ഈസ്റ്റും 2 ടീസ്പൂൺ പഞ്ചസാരയും 1 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് 2 കപ്പ് മൈദ അല്പാൽപ്പം ചേർത്തിട്ട് നന്നായി കുഴച്ചെടുക്കാം. ഇതൊരു 4 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ടതുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഒരു 2 മണിക്കൂർ കഴിയുമ്പോൾ പോയിട്ട് നമ്മൾ ഒന്നുകൂടി നന്നായിട്ട് അമർത്തി കുഴച്ചെടുക്കണം കേട്ടോ. അങ്ങനെ അതവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമുക്ക് ഇതിന് ആവശ്യമുള്ള സ്റ്റഫൊക്കെ, ഈ പഫ്സിനകത്ത് നമ്മൾ സ്റ്റഫ് ചെയ്യുന്നത് മീറ്റ് മസാലയാണ്. അതിനായി ഞാൻ ബീഫാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ബീഫ് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് അതിലേക്ക് കുറച്ച് മസാലപ്പൊടികളൊക്കെ ചേർത്തിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ നമ്മുടെ ഗരം മസാല, കുറച്ച് ഉപ്പ്, ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് ഞെരടി തേച്ച് പിടിപ്പിക്കണം ഈ ബീഫിനകത്തേക്ക്. എന്നിട്ട് നമ്മളിത് കുക്കറിൽ 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരു 5-6 വിസിൽ വരുന്നവർ. നമ്മൾ സാധാരണ കറിക്കൊക്കെ വേണ്ടിയിട്ട് ബീഫ് തയ്യാറാക്കുന്ന തരത്തിലല്ല. നമ്മളൊരു 5-6 വിസിൽ വരുമ്പോഴേക്കും സാധാരണ ഗതിയിൽ ബീഫ് റെഡിയാവും. പക്ഷേ ഇത് ഒരു 4 വിസിൽ വരുമ്പോൾ നമുക്കിത് ഓഫാക്കി വെക്കാവുന്നതാണ്. നമ്മളിതിലേക്കുള്ള മസാലയൊക്കെ ചേർത്ത് ഒന്നുകൂടി കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ബീഫ് കൂടുതലായിട്ട് വെന്ത് പോവുകയാണെങ്കിൽ ഇത് ഒടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് നമ്മളിത് മിക്സ് ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു 4-5 വിസിൽ വരുമ്പോഴേക്കും കുക്കർ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് സവാള എടുത്തിട്ട് കുനുകുനാന്ന് അരിഞ്ഞ് വെക്കാം. ഞാനിവിടെ അപ്പൂൻ്റെ സഹായത്തോടെ ഓണിയൻസൊക്കെ ചോപ്പ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ചോപ്പർ ഉപയോഗിച്ചത് കൊണ്ട് തന്നെ സവാള നന്നായിട്ട് അരിഞ്ഞെടുക്കാൻ പറ്റിയിട്ടുണ്ട്. നല്ല ഫൈൻ കട്ടായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് തന്നെ ഞാൻ കുറച്ച് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അതും കൂടി ചെറുതായി ക്രഷ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ചെടുത്ത ബീഫ് ഒന്ന് നമുക്ക് മിക്സറിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം, മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ബീഫൊക്കെ തയ്യാറാക്കുമ്പോൾ വെളിച്ചെണ്ണയായിട്ടുള്ള ഒരു കോമ്പിനേഷനാണല്ലോ നല്ല അടിപൊളി. അപ്പോൾ നമ്മളിവിടെ വെളിച്ചെണ്ണ ചേർത്ത് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. സവാള നന്നായി വഴന്നു വന്നതിന് ശേഷം നമ്മളതിലേക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ്. പേസ്റ്റല്ല, ഞാനിത് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടാണ് കേട്ടോ ചേർത്തിട്ട്. അതിൻ്റെ പച്ചമണം മാറുമ്പോഴേക്കും നമുക്കതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇത്തിരി ഗരം മസാല എന്തായാലും ചേർത്ത് കൊടുക്കണം. എന്നിട്ട് കുറച്ച് മല്ലിയില കൂടി ചേർത്തിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം പാത്രം അടച്ചു വെച്ച് ഒന്ന് ആവി വരുന്നത് വരേക്കും ഇത് വേവിച്ചെടുക്കണം. ചെറുതീയിൽ വേവിച്ചാൽ മതി കേട്ടോ. വേവിക്കാമെന്ന് വെച്ചാൽ ഇത് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ മസാലക്കൂട്ടുകളൊക്കെ മിക്സായിട്ട് ഒന്ന് ഒരു ആവിയിൽ വെന്ത് വരണം. ആ ഒരു രീതിയിലാണ് നമ്മളിതിൻ്റെ മസാല തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ അതാ ഞാൻ മസാലയൊക്കെ തയ്യാറാക്കിയിട്ട് അത് തണുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ കാലത്തായിരുന്നു ഇതിൻ്റെ ഡോ ഒക്കെ കുഴച്ച് വെച്ചിട്ടുണ്ടായത്. ഇപ്പോൾ ഇത് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതെടുത്തിട്ട് ചെറിയ ചെറിയ പൊറോട്ടയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന വലിപ്പത്തിലുള്ള ഉരുളകൾ ഉണ്ടാക്കിയെടുക്കാം.
അപ്പോൾ അതാ നമ്മൾ ഈ ഉരുളകൾ ഓരോന്നായി പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ സ്റ്റഫ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇങ്ങനെ ഒരു സ്ട്രോയോ അല്ലെങ്കിൽ ഒരു ഈർക്കിലായാലും മതിയാവും കേട്ടോ. ഈർക്കിലായിരിക്കും കുറച്ചുകൂടി, അല്ലെങ്കിൽ നമ്മൾ ബാർബിക്യൂ സ്റ്റിക്കില്ലേ അതായെങ്കിലും മതി. അപ്പോൾ അത് വെച്ചിട്ടൊന്ന് ഇതുപോലെ വരഞ്ഞിട്ട് ഡിസൈനാക്കി വെക്കുന്നുണ്ട്. ഇത് ജസ്റ്റ് ഭംഗിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാവുന്നതാണ്. എന്നിട്ട് നമ്മൾ ഈ പരത്തി വെച്ചിരിക്കുന്ന ഡോ എടുത്ത് തിരിച്ച് വെച്ചിട്ടാണ് ഇതിനകത്തേക്ക് സ്റ്റഫ് വെക്കുന്നത്. ഇതിനകത്തേക്ക് നമ്മുടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മീറ്റ് മസാലയിൽ നിന്ന് കുറച്ച് എടുത്തിട്ടൊന്ന് വെച്ച് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് തിരിച്ച് റോൾ ചെയ്തിട്ട് എടുക്കുക. പകുതിക്ക് വെച്ചിട്ട് അത് നിർത്തണം കേട്ടോ. എന്നിട്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ നമ്മൾ സ്റ്റഫ് ചെയ്യാതെയാണ് അപ്പുറത്തെ വശത്തുനിന്ന് മടക്കിയെടുക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് മടക്കിയെടുത്തിട്ട് ഇതാ ഇതുപോലെ കൊണ്ടുവന്ന് നേരെ പിറകോട്ടേക്ക് ഇതൊന്ന് തിരിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ വശത്തിൻ്റെ അറ്റം കൂടി അതിനോടൊന്നിച്ചിട്ട് ടൈ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അതാ ഇതേപോലത്തെ ഒരു ഷേപ്പാണ് ഉണ്ടാവുക കേട്ടോ. ഇതേ തരത്തിൽ ഞാൻ മറ്റുള്ളവയും കൂടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ കുറച്ച് മുട്ടയുടെ മഞ്ഞയോ അല്ലെങ്കിൽ മുട്ട തന്നെ മിക്സ് ചെയ്തിട്ട് കലക്കിയാലും കുഴപ്പമൊന്നുമില്ല. നമ്മളിതിൻ്റെ മുകളിലേക്ക് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളിതൊരു ബേക്കിംഗ് ടിന്നിൽ, നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബേക്കിംഗ് ടിന്നിലേക്ക് നിരത്തി നമ്മുടെ അടുപ്പിൽ ഒരു ബിരിയാണി ചെമ്പോ അല്ലെങ്കിൽ വലിയൊരു പാന് വെച്ച് കൊടുത്താൽ മതി. ആദ്യമേ തന്നെ കുറച്ച് നേരം ചൂടാക്കി ഇട്ടിരിക്കണം കേട്ടോ. നമ്മൾ ഓവനൊക്കെ പ്രീഹീറ്റ് ചെയ്ത് വെക്കാറില്ല, അതുപോലെ തന്നെ ചെയ്തിട്ട് അതിലേക്ക് നമ്മുടെ ബേക്ക് ടിന്ന് ഇറക്കി വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാ ഒരു 30 മിനിറ്റ് നേരത്തേക്ക് ഞാനിതൊരു മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നന്നായി ബേക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പഫ്സിനേക്കാൾ എത്രയോ ടേസ്റ്റും ഹെൽത്തിയുമാണിത്. നമുക്കിത് വീട്ടിൽ തന്നെ അടിപൊളിയായിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഈ റെസിപ്പി ഇഷ്ടമായാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും പതിവ് പോലെ അപ്പൂസ് കിച്ചൻ്റെ ആശംസകൾ. താങ്ക് യു സോ മച്ച്.